ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 55 ഗുരുവിനെ പരീക്ഷിച്ചാൽ. ഭാഗം 55 ഗുരുവിനെ പരീക്ഷിച്ചാൽ ഇവിടെ ആരംഭിക്കുന്നു. ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ജനസമൂഹത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു പുണ്യക്ഷേത്രം സ്ഥാപിച്ചു നൽകിയത് ഗുരുദേവനാണ്. ആ ഗുരുദേവനെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടന്ന ഒരു ഗുരുഭക്തനായിരുന്നു വിളയത്ത് കൃഷ്ണനാശാൻ. ആശാൻ ആദ്യമായി ഗുരുദേവനെ ദർശിച്ചത് അരുവിപ്പുറത്ത് വെച്ചായിരുന്നു. അന്ന് ചെറിയൊരു ശ്രീകോവിലും ഗുരുദർശനത്തിനായി വന്നെത്തുന്നവരുടെ ആവശ്യത്തിനുള്ള 2-3 കുടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആശാൻ അരുവിപ്പുറത്തെ ഒരു സ്ഥിരം സന്ദർശകനായിത്തീർന്നു. ഒരു ദിവസം ഗുരുദേവൻ പർണശാലയിൽ വിശ്രമിക്കുകയായിരുന്നു. ആശാൻ അവിടെ എത്തി ഗുരുദേവനെ നമസ്കരിച്ചു. വിശേഷമെന്ത് എന്ന് ഗുരുദേവൻ അന്വേഷിച്ചു. ഗുരുവിൻ്റെ വർത്തമാനത്തിൽ ലയിച്ച് ആശാൻ ഒതുങ്ങി നിന്നു. അവിടം വിട്ടു പോകുവാൻ തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വയസ്സൻ കൂടി അവിടേക്ക് വന്നു ചേർന്നു. അയാൾ ഗുരുദേവനെ നമസ്കരിച്ചിട്ട് പർണശാലയുടെ പുറം തിണ്ണയിൽ ചെന്നിരുന്നു. അയാളുടെ കൈവശം ഒരു പഴയ ശീലക്കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരുദേവൻ കൃഷ്ണനാശാനെ നോക്കി പറഞ്ഞു, "പണിക്കർ നല്ലൊരു മേശിരിയാണ്." ആശാനും പണിക്കരും പരസ്പരം നോക്കി പരിചിതരെ പോലെ ചിരിച്ചു. അല്പനേരം കഴിഞ്ഞ് വർത്തമാനത്തിനിടയിൽ ഗുരുദേവൻ ആ വയസ്സനോടായി തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞു, "പണിക്കൻ്റെ കുടയ്ക്കകത്ത് പാളയിൽ കെട്ടിവച്ചിരിക്കുന്ന അവലും നാളികേര കഷ്ണങ്ങളും എടുത്താൽ നമുക്കെല്ലാ പേർക്കും ഉപയോഗിക്കാമല്ലോ." അത് കേട്ട് പണിക്കർ ആദ്യമൊന്ന് പരിങ്ങി, പിന്നെ ആശ്ചര്യപ്പെട്ടു. അയാൾ അപ്പോൾ തന്നെ ആ പഴയ കുടയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ പാളപ്പൊതി പുറത്തെടുത്ത് ഗുരുവിൻ്റെ തിരുമുമ്പിൽ വെച്ച് തൊഴുതു. ഗുരുദേവൻ ഒരു ചെറു മന്ദസ്മിതത്തോടെ പണിക്കരോട് ചോദിച്ചു, "ഇനിയും വല്ലതും വേണോ?" പണിക്കർ തൊഴുതു പിടിച്ച കൈകളോടെ തന്നെ വിനയപുരസരം ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഇത്രമാത്രം പറഞ്ഞു, "ഇനി ഒരിക്കലും ഇങ്ങനെ പരീക്ഷിക്കുകയില്ല." ഗുരുവിൻ്റെ ചോദ്യവും പണിക്കൻ്റെ മറുപടിയും കേട്ട് ആശങ്കപ്പെട്ട് നിന്ന കൃഷ്ണനാശാനോട് അപ്പോൾ പണിക്കർ തന്നെ തനിക്കു പറ്റിയ അമളി എന്തെന്ന് വെളിപ്പെടുത്തി. ഇതിനു മുമ്പ് 6 പ്രാവശ്യം ഇതുപോലെ അവലും തേങ്ങാ കഷ്ണങ്ങളും പാളയിൽ പൊതിഞ്ഞ് ഈ കുടയിൽ ഒളിപ്പിച്ച് വച്ചുകൊണ്ട് ഞാനിവിടെ വന്നു പോയിട്ടുണ്ട്. ഇതിപ്പോൾ 7ാമത്തെ തവണയാണ് ഇങ്ങനെ പരീക്ഷിച്ചത്. ചെയ്തു പോയത് വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കിയ പണിക്കർ സങ്കടത്തിലായി. ഗുരുദേവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കൂടി അയാൾക്ക് പിന്നീട് ധൈര്യമുണ്ടായില്ല. ഗുരുദേവൻ്റെ പരഹൃദയ ജ്ഞാനം ആദ്യ ദർശനത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്ന കൃഷ്ണനാശാൻ ആ സംഭവത്തിൽ നിന്നും ഒരു പാഠം കൂടി പഠിച്ചു. ഗുരുവിനെ പരീക്ഷിക്കുന്നവൻ ഗുരുവിനാൽ തന്നെ പരീക്ഷിക്കപ്പെടും. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 55 ഗുരുവിനെ പരീക്ഷിച്ചാൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.